വെൽക്കം ടു അവർ ചാനൽ ഐസ് ടി വിത്ത് ഹില. അങ്ങനെ ഞാൻ പുതിയ ലെറ്റർ ആയിട്ട് ഇന്ന് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ഐസ് ടി വിത്ത് ഹിലയിൽ നിങ്ങൾ എനിക്ക് അയക്കുന്ന മെയിലായിരിക്കും ഞാൻ വായിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. എനിക്കും അറിയില്ല നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ, ജസ്റ്റ് ഒരു മെയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര്, ആപ്പിളിനോ ഗ്രീനെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പേര് ഞാൻ നിങ്ങൾക്ക് ഇടും. ആ ലെറ്റർ വായിക്കും, എൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതുപോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എനിക്ക് മെയിൽ അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അയക്കാം കേട്ടോ. ഈ ചാനലിൽ കൂടി ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് പല സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമ്മുടെ ലെറ്റർ വായിക്കാം. ഹായ് ഇത്താനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് ഒരു റിപ്ലൈ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഇപ്പോൾ 22 വയസ്സായി. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരാളുമായി അടുപ്പത്തിലായിരുന്നു. എൻ്റെ തെറ്റിദ്ധാരണ മൂലം ഞാൻ ഒഴിവാക്കി. പക്ഷെ ഒരിക്കലും ആ ആളുടെ സൈഡ് കേട്ടില്ല. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. 2 ഇയർ മുമ്പ് ആളുമായി ഞാൻ കാണാൻ ഇടയായി. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അദ്ദേഹം എൻ്റെ നമ്പർ ആരുടെന്നോ ഒക്കെ മേടിച്ച് എനിക്ക് വിളിച്ച് ഞാൻ ആളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇപ്പം ഞാൻ ആകെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നും അദ്ദേഹം കല്യാണം കഴിച്ചില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഉള്ള ഒരാളോടാണ് അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയെങ്കിലും ഇതറിഞ്ഞാൽ എന്നെ ഒഴിവാക്കുമോ എന്ന് ആലോചിച്ച് എനിക്കിപ്പോൾ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരൂ, എന്താ ചെയ്യേണ്ടതെന്ന്. അദ്ദേഹത്തോട് സംസാരിച്ചാൽ ശരിയാവോ? എനിക്കൊന്നും അറിയില്ല, പ്ലീസ് ഹെൽപ്പ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. മിക്ക ആൾക്കാർക്കും, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ, കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ പ്രണയം ഉണ്ടായേക്കാം. അത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ബ്രേക്കപ്പ് ആയേക്കാം. ഇപ്പം ഇതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ച് നമ്മളൊരു പുതിയ ജീവിതത്തിലോട്ട് കടന്നെന്ന് വിചാരിക്കും. ഇത് മിക്കവരുടെയും ലൈഫിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ബ്രേക്കപ്പായി അവരൊരു കല്യാണം ഒരു ലൈഫിലോട്ട് കടന്നു പോകുന്നു. ഇപ്പം കുഞ്ഞായി, ഒരു ഹസ്ബൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സമയത്താണ് നമ്മുടെ പണ്ടത്തെ ബ്രേക്കപ്പായ കാമുകൻ വരുന്നതും അതേപോലെ തന്നെ ഇടയാവുന്നത്. അപ്പം നമുക്കൊരു ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പിന്നീട് അറിയുവാണ്, അയ്യോ എൻ്റെ തെറ്റിദ്ധാരണ മൂലമാണ് അത് ബ്രേക്കപ്പ് ആയെന്ന്. നമുക്ക് ഓൾറെഡി ഒരു ഗിൽറ്റ് അടിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അവർ കല്യാണം കൂടി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ കൂടെ നമ്മൾ തകരും. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചവരാണ്, ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പോൾ ആ ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ കുഴിച്ചിട്ടേക്കായിരിക്കും അല്ലേ? ആ പണ്ടത്തെ ഫീലിങ്സോ വികാരങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ വ്യക്തി എന്നുള്ള ഒരാളുടെ ഓർമ്മകളോ അല്ലെങ്കിൽ ഒരു സ്നേഹം നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തുന്നത് ഉറപ്പായിട്ടും ഏതൊരു മനുഷ്യനും എത്തുന്നതാണ്. എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ട്, നിങ്ങളൊരു ആളെ മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ മനുഷ്യനെ ആലോചിച്ച് നിങ്ങൾ കൂടുതൽ വിഷമിക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അയാൾക്ക് ബുദ്ധിയില്ലേ? അയാൾക്ക് ആലോചിച്ചൂടെ? ഇപ്പം താൻ കല്യാണം കഴിച്ച് ഒരു കുട്ടിയായിട്ട് ജീവിക്കുകയെന്ന്, തനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തുവാണ്? ഇത് എവിടുത്തെ കാര്യമാണ്? ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ അയാൾ കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ഉള്ളത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്, അതായിട്ട് മുന്നോട്ട് പോവാം, അതായിട്ട് വളരെ സന്തോഷമായിട്ട് പോവാം. പിന്നെ എന്തിനാണ് ഇയാൾ വേറെ ഇപ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ആരോടാണ് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അതൊക്കെ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഇപ്പം അങ്ങനെയൊക്കെ തനിക്ക് വേണ്ടിയിട്ടാണ്, തന്നോട് അത്രക്കും സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ഉള്ളിലേ വെക്കത്തുള്ളൂ, അല്ലാണ്ട് ആൾക്കാരോട് നാട്ടുകാരോട് അത് പറഞ്ഞ് നടക്കത്തില്ല. അതിനെ ഒരു സ്നേഹം ഒന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാലോചിച്ച് ഉള്ള ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക. ഇനി ഒരിക്കലും ഈ ഒരു വ്യക്തിനായിട്ട് ഫോൺ കോൺവേഴ്സേഷൻ ബ്ലോക്ക് ചെയ്തേക്ക്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചിലവർ മൂവ് ഓൺ ആയവരുണ്ട്, വളരെ മൂവ് ഓൺ ആയി, ലൈഫായി ബ്രേക്കപ്പായി മൂവ് ഓൺ ഒക്കെ ആയി വിവാഹത്തേക്ക് കടന്നവരുണ്ട്. അവർ ചിലപ്പോൾ 2ാമതോ 3ാമതോ പണ്ടത്തെ കാമുകനെ കണ്ടെന്ന് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവർ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ തൻ്റെ ഒരു അവസ്ഥ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്, അയാൾ എനിക്ക് വേണ്ടിയിട്ടാണോ ജീവിതം വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു ഇത് ഒഴിവാക്കുന്ന നല്ലത്. കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരാളില്ല. ഇനിയും അയാൾ വേറെ നമ്മുടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരാൾ നമ്മുടെ ലൈഫിലോ നമ്മുടെ ചാപ്റ്ററിലോ വേണ്ട. കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഒരേ മനക്കരുത്തായിരിക്കണം എന്നില്ല, ആൺകുട്ടികൾക്കും. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാണ്. അത്
നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് വരില്ല. അത് പിടിച്ചു നിർത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാവുന്നത്. ഓക്കെ, ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എപ്പോഴും വരും. അത് കൺട്രോൾ ചെയ്യണേലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. നിങ്ങൾ ആകെ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ഹസ്ബൻഡും കുട്ടിയുമാണ്. ഈ ആളുടെ അല്ല, അത് കഴിഞ്ഞൊരു ചാപ്റ്ററാണ്. വേണമെങ്കിൽ ഈ ആൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റണമെങ്കിൽ കല്യാണത്തിന് മുമ്പേ ആവായിരുന്നു, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, വാട്ട് എവർ, അതിന് നമുക്ക് ആക്കണ്ട. പിന്നെ ഭർത്താവ് അറിഞ്ഞാൽ ഉപേക്ഷിക്കോ എന്നുള്ളതാണ്. ഈ കാലത്തെന്നല്ല, പണ്ട് പോലും, പണ്ട് നമ്മളൊരു 90s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും പ്രണയം ഒരു തെറ്റാണെന്നോ ഒരു മോശമാണെന്നോ എവിടെയും പറയുന്നില്ല. അല്ലാണ്ട് ഇപ്പോഴത്തെ ജനറേഷനാണ് പ്രേമിച്ച് തുടങ്ങിയേക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പണ്ടുള്ള ഒരു ഏത് കാലത്തും പ്രണയം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് ചിലവർക്ക് ഒന്നിക്കാൻ പറ്റും, ഭാഗ്യമുള്ളവർക്ക് ഒന്നിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ വിട്ടുപോയിന്നും വരും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കും നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും. ഓക്കെ, പിന്നെ അത്രക്കും എന്താ പറയുക, ഒരു ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആളായിരിക്കണം. അപ്പം ഇയാളുടെ ഭർത്താവിൻ്റെ ക്യാരക്ടർ ഇയാൾക്കേ അറിയുള്ളൂ. ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് സംസാരിക്കണം, ഹസ്ബൻഡിനോട് ഓപ്പണായിട്ട് സംസാരിക്കുക. ഇത് അറിഞ്ഞെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഹസ്ബൻഡ് പറയുമ്പോൾ. ഞാൻ എപ്പോഴും ഞാനൊരു കാര്യം പറയുവാണ്, കല്യാണത്തിന് മുമ്പേ ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രണയവും കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫ് പാർട്ട്ണറിനോട് തുറന്ന് പറയണം. അത് എൻ്റെ ഒപ്പീനിയനാണ്. ഓക്കെ, അത് തുറന്ന് പറയണം. കാരണം നാളെ ഒരു ദിവസം വേറൊരാൾ പറഞ്ഞറിഞ്ഞോ, മറ്റൊരാൾ പറഞ്ഞറിയണേക്കാളും എത്രയോ നല്ലതാണ് നമ്മളുടെ വായ കൊണ്ട് നമ്മൾ പറഞ്ഞറിയുന്നത്, അല്ലേ? അപ്പോൾ ഇത് ആദ്യത്തിലേ ചെയ്യണമായിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾ പ്രണയം ഉണ്ടായിരുന്നോ, എങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാവുക പറയണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ രീതിക്ക് എൻജോയ് ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ സന്തോഷം ഉണ്ടാക്കി, അതൊന്നും കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തൊക്കെ വന്നാലും അത് പിന്നീട് നമ്മൾ വിവാഹം ചെയ്ത് അതൊരു സങ്കടമായിട്ട് മാറും. അയ്യോ, എൻ്റെ വൈഫ് എന്തൊക്കെ നല്ലൊരു പൊസസീവ്നെസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പാരിസണോ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് വന്നെന്ന് വരും. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, പാസ്റ്റ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സ്വകാര്യതകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയണം, ഇങ്ങനൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടൊന്നുമില്ല, മുമ്പ് ഹസ്ബൻഡിനോട് പറയാം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കിതിങ്ങനെ പറയാൻ മടിയായതുകൊണ്ടാണ് പറയായിരുന്നേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത്തെ ഭാരം ഒഴിയും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഓരോ ദിവസം ഓവർ തിങ്കിങ് ഉള്ളതെന്ന് മെയിൽ വായിക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ഓരോ ദിവസം ആലോചിച്ച് കൂട്ടി നമ്മൾ കൂടുതൽ അബദ്ധങ്ങളിലേക്ക് പോകും. ഈ അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന പണ്ടത്തെ ഈ എക്സിനെ നമ്മൾ വിളിക്കും, ഇത് ഞാനോടും പറയില്ല, എൻ്റെ ഹസ്ബൻഡ് അറിയാൻ വഴിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അത് ഏത് വഴിക്ക് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ഹസ്ബൻഡിനോട് സ്നേഹിക്കുന്നത് നമ്മൾ ഉള്ളിൽ പേടി കാരണം നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി ലൈഫിന് അത് വിള്ളൽ വരും. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഓപ്പണായിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്, എനിക്ക് ഭയങ്കര എൻ്റെ അപ്പം ഹസ്ബൻഡ് എന്നെ കൈകാര്യം ചെയ്തോളൂ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ധൈര്യം തരും, നീ അതൊന്നും ആലോചിക്കണ്ട, ഞാനുണ്ട് നിനക്ക്, ഇതൊക്കെ അയ്യേ ഇതിനാണോ നീ നിസ്സാര, കഴിഞ്ഞില്ലേ എന്താണെങ്കിലും. ഇതിപ്പോൾ നാളെ ഒരാൾ ബോംബ് പൊട്ടിക്കണേക്കാളും ഏറ്റവും നല്ലത് ഇതൊരു അത്ര വലിയ രാജ്യദ്രോഹമോ ഒരു അന്താരാഷ്ട്ര കുറ്റമോ ഒന്നുമല്ലല്ലോ. ലൈഫ് കൂളായിട്ട് എടുക്ക്, ഹാപ്പി ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കുക, വേറെ ഒന്നും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് ആ കുട്ടിയോട്, പെൺകുട്ടിയോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻറ്റ് ചെയ്യട്ടോ. എന്താണ് എടുക്കേണ്ടത്, എന്താണ് സൊല്യൂഷൻ വേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങളാക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു പുതിയ സൊല്യൂഷനോ കിട്ടിയെന്ന് വരും. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ മെയിൽ ID കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് മെയിൽ അയച്ചാൽ ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.